ഹായ് സ്റ്റുഡൻസ്, നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 20ലേക്കാണ് പോകുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 20 ഒന്ന് ശ്രദ്ധിക്കുക. ഇത് ഒരു ക്വാഡ്രാറ്റിക് ഡിവൈഡ് ബൈ ക്വാഡ്രാറ്റിക് ഒരു എന്താ പറയുക, ഒരു ആൾജിബ്രൈക്ക് എക്സ്പ്രഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഒരു ക്വാഡ്രാറ്റിക്കിന് താഴെ ഒരു ക്വാഡ്രാറ്റിക്. ഇതിൻ്റെ ഈ ഒരു റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? ലെസ് ദാൻ 0 ആണ്, നെഗറ്റീവ് ആണ്. നോക്കൂ, എസ് എന്താണ്? എസ് ബി ദി സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻ്റഗ്രൽ വാല്യൂസ് ഓഫ് എ ആണ്, ഫോർ വിച്ച് ദിസ് എക്സ്പ്രഷൻ ഈസ് ലെസ് ദാൻ 0 ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ആർ. ദെൻ ദി നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ അനദർ ക്വാണ്ടിറ്റി ഈസ് ലെസ് ദാൻ 0 എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ ക്വാണ്ടിറ്റീസിൻ്റെയും സൈനിനെ കുറിച്ച് ചിന്തിക്കണം. മുകളിൽ നെഗറ്റീവ്, താഴെ പോസിറ്റീവ് ആയാൽ ടോട്ടൽ റേഷ്യോ നെഗറ്റീവ് ആണ്. ഇനി മുകളിൽ പോസിറ്റീവ്, താഴെ നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവാണ് ടോട്ടൽ വരിക. അപ്പോൾ ഇതെന്തൊക്കെ പോസിബിലിറ്റി ഉണ്ടെന്ന് നോക്കണം. പക്ഷെ ഇവിടെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ ക്വാഡ്രാറ്റിക് ഉണ്ടോ, ഈ ക്വാഡ്രാറ്റിക്കിൽ x² മൈനസ് 8x പ്ലസ് 32 എന്നുള്ള ക്വാഡ്രാറ്റിക്കിൽ നമുക്കറിയാം x² കോഎഫിഷ്യൻറ്റ് പോസിറ്റീവാണ്. പിന്നെ ഇവിടെ നമ്മൾ b² മൈനസ് 4ac കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 64 മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു 32, അതായത് 64 മൈനസ് ഇത് വരുന്നത് 128 വരും. ശരിയല്ലേ? ഇത് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അപ്പോൾ ഡിസ്ക്രിമിനൻറ്റ് നെഗറ്റീവും ലീഡിങ് കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള x² കോഎഫിഷ്യൻ്റ് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ഈ ക്വാഡ്രാറ്റിക് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, പിന്നെ ഒറ്റ പോസിബിലിറ്റി ഉള്ളത് ന്യൂമറേറ്റർ ആയിട്ടുള്ള ക്വാഡ്രാറ്റിക് നെഗറ്റീവ് ആകുക എന്നുള്ളതാണ്. ബിക്കോസ് അതിൻ്റെ ടോട്ടൽ ക്വാണ്ടിറ്റി നെഗറ്റീവ് ആയിരിക്കണം. അപ്പോൾ ന്യൂമറേറ്റർ ആയിട്ടുള്ള ax² പ്ലസ് 2 ഇൻറ്റു a പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 9a പ്ലസ് 4 എന്ന് പറയുന്നത് എന്തായിരിക്കണം? മസ്റ്റ് ബി നെഗറ്റീവ്. ഇതെന്തായിരിക്കണം? ലെസ് ദാൻ 0 ആയിരിക്കണം. ഇത് ലെസ് ദാൻ 0 ആവണമെങ്കിൽ ഇവിടെ നോക്കേ, ഇത് ലെസ് ദാൻ 0 ആവണം. ഇത് ലെസ് ദാൻ 0 ആവണമെങ്കിൽ ഡെഫിനറ്റ്ലി ഈ എ എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. ഓക്കെ, എ നെഗറ്റീവ് ആയിരിക്കണം. എ നെഗറ്റീവ് ആയിരിക്കണം. അതേസമയത്ത് b² മൈനസ് 4ac നെഗറ്റീവ് ആയിരിക്കണം. അപ്പോൾ എ നെഗറ്റീവ് ആകുന്നുള്ളത് മസ്റ്റാണ്. എന്തിന്? ഇത് ക്വാണ്ടിറ്റി എക്സ്പ്രഷൻ നെഗറ്റീവ് ആകുക എന്ന് പറയണമെങ്കിൽ, അതായത് ഈ ക്വാഡ്രാറ്റിക് നെഗറ്റീവ് ആകണമെങ്കിൽ, അതായത് ഈ ക്വാഡ്രാറ്റിക് നെഗറ്റീവ് ആകണമെങ്കിൽ എ മസ്റ്റ് ബി നെഗറ്റീവ്. ഓക്കെ, അല്ലെങ്കിൽ എപ്പോഴും ഇത് നെഗറ്റീവ് ആണെന്ന് നിർബന്ധമില്ല. അപ്പോൾ എ നെഗറ്റീവ് ആയി കഴിഞ്ഞു, എ നെഗറ്റീവ് ആവണം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? എസ് എന്ന് പറയുന്നത് എന്താണ്? എസ് ബി ദി സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഇൻ്റഗ്രൽ വാല്യൂസ് ഓഫ് എ ആണ്. അങ്ങനെയാണെങ്കിൽ എസ്സിൽ എത്ര എലമെൻറ്റ്സ് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്? ഇവിടെ എ നെഗറ്റീവ് ആണ്, ലെസ് ദാൻ 0 ആണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും എസ്സിനകത്ത് ഒരു എലമെൻറ്റ് പോലും ഉണ്ടാവില്ല. അപ്പം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എസ് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ കറക്റ്റ് വരുന്നത് എന്താണ്? 0 ആണ് വരിക. ഓക്കെ, എ പോസിറ്റീവ് ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് എ നെഗറ്റീവ് ആവാനേ മാർഗ്ഗമുള്ളൂ. കാര്യം എന്താണ്? ആ മൊത്തത്തിലുള്ള ക്വാഡ്രാറ്റിക് ax² പ്ലസ് 2 ഇൻറ്റു a പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 9a പ്ലസ് 4 എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നെഗറ്റീവാണ്. അതുകൊണ്ട് തന്നെ അവിടെ എ നെഗറ്റീവ് ആയേ പറ്റുള്ളൂ. അപ്പോൾ എ പോസിറ്റീവ് ആകുന്ന രീതിയിൽ എസ്സിൽ സൊല്യൂഷൻസ് ഒന്നും ഉണ്ടാവില്ല. സോ എസ്സിലെ എലമെൻസുകളുടെ എണ്ണം എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.